ആ എന്റെ മോള് വന്നല്ലോ. അതെ, ചേട്ടന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കണില്ല കേട്ടാ. അതെന്താടി? എനിക്ക് പിടിക്കണില്ലമ്മേ. അല്ല, നിനക്കെന്തിനാ അങ്ങേരെ സ്വഭാവം പിടിക്കേണ്ടത്? എനിക്ക് പിടിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്റെ കൊച്ചിങ്ങോട്ട് വരുമ്പോഴും മോന്തം കൊണ്ടില്ലേ ഇത്ര കുശിപ്പടി നിനക്ക്? അത് ഇവളെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാ. ചേട്ടന്റെ സ്വഭാവം എങ്ങനെ ശരിയാവാനാണ്? ഇവരുടെ കൂടെയല്ലേ ജീവിക്കണത്. നിങ്ങൾ പുന്നാരപ്പങ്ങൾ പറയുന്നത് കേട്ടാ, എന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാ നിങ്ങളുടെ സ്വഭാവം ചീത്തയാവുന്നേ. അതെ, നിന്റെ കൂടെ ജീവിക്കുന്നോണ്ടാ ഇവന്റെ സ്വഭാവം ചീത്തയായത്. അല്ല, നിങ്ങളുടെ സ്വഭാവത്തിന് ഗുണം കൊണ്ടാ നിങ്ങളുടെ മകന്റെ സ്വഭാവം ചീത്തയാവുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ടല്ല പ്രകാശിയുടെ സ്വഭാവം മോശമായത്. പ്രകാശിയുടെ സ്വഭാവം മോശമായോണ്ടാ. വേണോ? നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തനാ ഇവനെ ചീത്തയാക്കുന്നത്. ഒന്ന് മിണ്ടായിരിക്കോ? നിങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ അവിടെ സർക്കസ് കഴിയും. ആ, എനിക്കൊരുങ്ങാൻ സമയമൊന്നും അധികം വേണ്ട. ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ അമ്മക്ക് തന്നെയല്ലേ കെട്ടി ഒരുങ്ങേണ്ടത്. അതേടി, ഞാൻ കെട്ടിയൊരുങ്ങും. നിനക്കെന്താ കുഴപ്പം? അല്ല പ്രകാശി, സരിതയ്ക്ക് സർക്കസ് കാണാൻ ടിക്കറ്റ് എടുക്കട്ടെ? പിന്നെ ഉറപ്പായിട്ടും വേണം. സരിതയും പോയി കാണണ്ടേ സർക്കസ് കാണാൻ? പിന്നെ ഏയ്, ഞാനൊന്നുമില്ല സർക്കസിനൊന്നും. എനിക്ക് കാണണ്ട. അങ്ങനെ പറയരുത്. സർക്കസ് കാണണം നീ. അയ്യോ, എന്തൊരു സ്നേഹമുള്ള ചോട്ടൻ. ഞാനില്ല. സരിത വന്നല്ലെങ്കിൽ പൊളിയും കേട്ടോ. പൊളിയാനാ? സർക്കസ് പൊളിയും. ആള് കയറിയില്ലെങ്കിൽ സർക്കസ് പൊളിയുമല്ലോ. അവര് പൊളിച്ചോണ്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വരും. എത്ര സർക്കസാ പൊളിഞ്ഞിരിക്കുന്നത്? പിന്നെ പറ്റത്തില്ല, നമ്മൾ പോയേ പറ്റൂ. പിന്നെ അത് മാത്രല്ല, ഇവിടെ ഈ അടുത്ത സമയത്ത് പകലൊക്കെ ഭയങ്കര കള്ളന്മാരുടെ ശല്യ. അതെ. നീ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണ്ട. ആ അതേടി മോളെ, നീ സർക്കസിന് വരണ്ട. കള്ളന്മാരുള്ളതാ. നമ്മുടെ വീടൊക്കെ കാത്തോട്ട് നീ വിട്ടിരുന്നു. അവൾ വിട്ടിരിക്കട്ടടാ. കള്ളന്മാരേക്ക് പേടിയൊന്നുമില്ല. കള്ളന്മാര് വന്നാൽ ഞാൻ ഇടിച്ച് സൂപ്പാക്കും. അല്ലെങ്കിലും അവള് വരാത്തതാ നല്ലത്. ഇരട്ടി ചെലവ് അവള് വന്നാൽ. എന്ത് ചെലവ്? നീ അവിടെ വന്നു കഴിഞ്ഞാൽ ആ മുളക് ബജ്ജിയും കോളിഫ്ലവറും കളർ വെള്ളം കാണുമ്പോൾ വേണം എന്ന് പറയും. അതുള്ളതാ. തീറ്റ കുറിച്ചേ നിങ്ങളുടെ രണ്ടാമത്തെ മോളാണ്. ഞാനല്ല. അവൾക്കാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്. നിങ്ങൾ രണ്ടാളും കണക്കാ. ഞാനങ്ങ് വരുന്നില്ല. അല്ലെങ്കിൽ ഇവള് വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലേ. ചേച്ചി വരുന്നില്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. എന്തുവാണ് ഇത്? ഞാൻ പോകത്തില്ല. സമാധാനായല്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുക. അവിടെ തുള്ളിക്കൊണ്ട് ഓടാൻ വേണ്ടി അമ്മ അതിന് കൂട്ടും. ചേട്ടൻ ഭാര്യയുടെ ആദ്യം നന്നാക്ക്. ഭാര്യയല്ലേ ഇപ്പൊ തുള്ളി പോയത്? ആ പറഞ്ഞത് കറക്റ്റാ. നിനക്കെന്താടാ ഇവിടെ കാര്യം? കിടക്ക്. പ്രകാശി, അപ്പൊ ഞാൻ പുറത്ത് കാണാം. എന്റെ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യാവാ? ചെയ്യും. ഓ, എല്ലാം കണക്കാ. ആരും പോട്ടെ. അവള് വരണ്ടടി, നമുക്ക് പോവാം. കൂവാ. ഞാനിനി പോന്നൊന്നുമില്ല. അമ്മയും മോളും കൂടി തന്നെ പോട്ടെ. നീ എന്താണ് പുഷ്പ ഇങ്ങനെ? നിങ്ങളെ പെങ്ങളെന്താ ഇങ്ങനെ? നിനക്കെന്താ അവിടെ കാണുന്ന ചൊറിയാൻ തോന്നുന്നു? അവക്കെന്താ എന്നെ കാണുമ്പോൾ ചൊറിച്ചല്? ആ, അത് ശരി. നീ അല്ലേ അവിടെ ആദ്യം ചൊറിഞ്ഞത്? നിങ്ങൾക്ക് പെങ്ങളെ പറയുമ്പോ പൊള്ളുന്നുണ്ട്. എനിക്ക് എന്റെ പെങ്ങളെ വലിയ കാര്യം തന്നെയാ. ആ, അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടും മക്കളോടും ഒരു ഇഷ്ടമില്ലാന്ന്. നീ വെറുതെ മക്കളെ ഒന്നും കൂട്ടുപിടിക്കണ്ടേ. അവരെ എനിക്ക് കാര്യമാണ്, സ്നേഹമാണ്, അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞാൽ എനിക്ക് പെങ്ങളെ തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. പള്ളിക്കളയാൻ പറ്റുന്നില്ലേ? കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും. ആ, കെട്ടിപ്പിടിച്ചിരിക്കും. നിനക്കെന്താ? നിനക്ക് പിള്ളേരെ കൊണ്ട് സർക്കസിന് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് സൗകര്യം ഇല്ലായിരുന്നല്ലോ അല്ലേ? അതെന്റെ മക്കളോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായത് കൊണ്ടല്ല, നിങ്ങളെ പെങ്ങള് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂട്ടാത്തെ. വേണ്ടീ, നീ ഇങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞോണ്ടിരുന്നു നിനക്ക് പിള്ളേരുടെ സ്നേഹമാണെന്ന്. പക്ഷെ ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തോന്ന്? ഞാൻ എന്റെ പണിക്കൊന്നും പോകുന്നില്ല. ഞാൻ പിള്ളേരെ കൊണ്ട് സർക്കസ് കാണാൻ പോവാ. അല്ല, നിങ്ങളല്ലേ എന്നോട് സ്ഥലക്കച്ചവടം ഉണ്ട് അതിന് പോണെന്നൊക്കെ പറഞ്ഞത്. ഞാനെന്താ മറ്റേ സിനിമയിലെ പോലെ കുമ്പിടിയാണോ രണ്ടിടത്ത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്? നിന്നോട് സർക്കസിന് പിള്ളേരെ കൊണ്ട് പോകാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് കച്ചവടത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ നീ പോകുന്നില്ലല്ലോ. ആ, എന്നാ നിങ്ങൾ പോണ്ട, ഞാൻ പോക്കോളൂ. ആണ്ടിനും സംക്രാന്തിക്കാറ്റ ഒരു സ്ഥലക്കച്ചവടം കിട്ടുന്നത്. ഇനി അത് കളയാൻ നിൽക്കുന്നു. ഉറപ്പിച്ച് പറഞ്ഞതാണോ? ആ, സത്യമായിട്ടും? സത്യമായിട്ടും. ഇടുക്കി അങ്ങനെ വേണം. ഭാര്യമാരായാലും അങ്ങനെയൊക്കെ വേണം കേട്ടോ. ഞാൻ ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ നിനക്കൊരു കിട്ടില്ല സമ്മാനം തരും. എന്ത് വേണമെന്ന് ഇപ്പോഴേ പറഞ്ഞു. പണ്ടൊരു പച്ച മൂക്കുത്തി മേടിച്ചതാന്ന് പറഞ്ഞ് നിങ്ങൾ മേടിച്ചെന്നാ. പിന്നെയാണ് വലിയ ഇത് ഞാൻ കൊറേ കേട്ടതാ. എന്താ വേണ്ടേ? പണ്ടത്തെ കാര്യം വിടൂ.
അന്ന് എനിക്ക് പൈസ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കേണ്ടതേ. ഇത് നല്ല കിടിലൻ കച്ചവടമാണ്. നീ എന്ത് വേണേ പറഞ്ഞോ, ഞാൻ മേടിച്ചു തരും. സത്യം, നീയാണ് ഓ സത്യം. അത് വേണ്ട, അത് വേണ്ട, ആ സത്യം വേണ്ട. സത്യമായിട്ടും പറ. എന്നാ എനിക്കൊരു സ്വർണ്ണമാല മേടിച്ചു തരാം. എന്തുവാ? സ്വർണ്ണമാല. സ്വർണ്ണമാലയോ? അന്ന് ഇച്ചിരി മാറ്റിയിട്ട് ഒരു മുത്തുമാലയിൽ ഒതുക്കാൻ പറ്റുമോ? ഇതാ ഞാൻ നിങ്ങളോട് ഒന്നും പറയാത്തത്. സ്വർണ്ണമാലയ്ക്കുള്ള കച്ചവടമൊന്നും ഇപ്പൊ എനിക്ക് കിട്ടത്തില്ലടി. അത് വലിയ കച്ചവടം നടക്കുമ്പോ കിട്ടിക്കഴിയുമ്പോ ഞാൻ ഉറപ്പായിട്ടും മേടിച്ചു തരും. എന്തായാലും നോക്കുന്നത്